നമുക്കൊരു ദിവസം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ 1.5 GB അല്ലെങ്കിൽ 2 GB ആയിരിക്കും കമ്പനി നമുക്ക് അനുവദിച്ച് തരിക. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ 1.5 GBയും 1 GBയും ഒക്കെ നമുക്ക് തീർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഗൂഗിൾ മീറ്റിലായിരിക്കും ചിലപ്പം ക്ലാസ്സുകൾ കേൾക്കുക. പക്ഷേ നമ്മളറിയാതെ നമ്മൾ കാണാതെ അവർ ചിലപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമുകൾ നെറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമുകൾ അവർ കളിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഡാറ്റകൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മൊബൈലിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾ അനാവശ്യമായി നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റകൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില മൊബൈലുകളിൽ അത് ഇൻബിൽട്ടായിട്ട് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ ആപ്പ് ഇൻഫോ എടുത്തിട്ട് നമുക്ക് നെറ്റ് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അതിലുണ്ട്. അതില്ലാത്ത മൊബൈലിൽ, ഇപ്പോൾ ഈ മൊബൈലിൽ ആ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇല്ലാത്ത മൊബൈലിൽ നമുക്ക് നെറ്റ് ബ്ലോക്കർ എന്ന ഒരു ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇതിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ, അതായത് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഗൂഗിൾ മീറ്റ് മാത്രം, ബാക്കിയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അവർക്ക് ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നെറ്റ് ബ്ലോക്കർ എന്ന ആപ്ലിക്കേഷൻ്റെ പ്രോ വെർഷനാണ് ഇത്. ഇതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രീ വേർഷൻ പ്ലേ സ്റ്റോറിൽ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഫുൾ ഓപ്ഷനുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രോ വേർഷൻ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്തായിട്ട് വൈഫൈയുടെയും ഡാറ്റയുടെയും ചിഹ്നങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഓൺ ഓഫ് എന്ന ബട്ടൺ ഓപ്പൺ ചെയ്യലാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ നിന്ന് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബ് ക്ലോസ് ചെയ്യാണ്. ഈ ആപ്ലിക്കേഷനിലൂടെ ഞാൻ താഴെ ഓൺ ഓഫ് എന്ന ഭാഗം ഇടതുവശത്ത് താഴെയായിട്ട് കാണുന്ന ഓൺ ഓഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ബ്ലൂ കളറിൽ എഴുതി കാണിക്കുന്നതൊക്കെ ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ യൂട്യൂബ് തന്നെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. യൂട്യൂബിൻ്റെ ഇവിടെ ഡാറ്റയുടെ ആ ചിഹ്നത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആവും. ഇപ്പോൾ ഞാൻ ഡാറ്റ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ കറങ്ങി കളിക്കുന്നതല്ലാതെ ഓപ്പൺ ആകുന്നേ ഇല്ല. നിങ്ങൾ കാണാം ഇവിടെ ഡാറ്റ ഓണിൽ തന്നെയാണ്. എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ ഓണിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ ഓണിൽ തന്നെയാണ്. പക്ഷേ യൂട്യൂബ് വർക്ക് ചെയ്യുന്നില്ല. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ, അതായത് ഡാറ്റ നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് സംശയമുള്ള ആപ്ലിക്കേഷൻസുകൾ, ഓൺലൈൻ ഗെയിം ആയാലും ശരി, യൂട്യൂബ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, വാട്സപ്പ് ആയാലും ശരി, അങ്ങനെ കുട്ടികൾ അനാവശ്യമായിട്ട്, കുട്ടികളല്ല ആരും അനാവശ്യമായിട്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത് ഡാറ്റ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റകൾ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.